തൃശൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനീറിനെതിരെയാണ് കേസെടുത്തത്. പനങ്ങാട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ ചേരുന്നു. ലെവിൻ, എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, KTDCയിൽ മകന് ജോലി വാഗ്ദാനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കയ്പമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള KM ഷാനീറാണ് പനങ്ങാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ കബളിപ്പിച്ചത്. 19 ലക്ഷം രൂപ അയാളിൽ നിന്നും കൈപ്പറ്റിയതിനു ശേഷം ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. പക്ഷേ ഏറെ നാൾ കഴിഞ്ഞിട്ടും ഈ ജോലിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളോ അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യമോ ഉണ്ടായില്ല. ഇതേ തുടർന്ന് പണം മടക്കി ചോദിച്ചപ്പോൾ പലതവണയായി ഇയാൾ കഴിവുകൾ പറയുകയും പിന്നീട് തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ പരാതിയുമായി ഇവർ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതോടുകൂടി ഷാനീർ ഒളിവിൽ പോയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള വിവിധ കാലയളവുകളിലായി പല സമയങ്ങളിലായാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. 14 ലക്ഷം രൂപ പണമായി തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള തുക ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലൂടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷാനീർ ഒളിവിലായത് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. വിശ്വാസവഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണങ്ങൾ നടത്തി വരുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത്. ലക്ഷ്മി.